നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂ ഒന്നും പറയണ്ട, എന്റെ ഒരു അഭിപ്രായം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ആദില, നൂറ, അനുമോൾ ആ ട്രയോനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഇടയിൽ ഉണ്ടായിട്ട് അവരൊരു എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റ് ആണെന്ന്, ബട്ട് സ്റ്റിൽ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ട്രയോനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ആ ട്രയോയില് ആദില നൂർ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ഈ ഒരു ഇഷ്യൂല് ഞാൻ ഒരിക്കലും ആദില നൂറിനെ ഫേവർ ചെയ്യുന്നില്ല. ഐ സപ്പോർട്ട് അനുമോൾ ഇൻ ദിസ് കേസ്. കാരണം വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും ആദില നൂറ അനുമോളെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അനുമോൾ ഒരിക്കലും ആദില നൂറിനെ കുറിച്ചിട്ട് എവിടെയും പോയി കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് പല സ്ഥലത്തും ആൾക്കാർ വന്നിട്ട് ആദില നൂറിന്റെ അടുത്ത് അനുമോളെ കുറ്റം പറയുമ്പോൾ ആദില നൂറ കേട്ടിരിക്കുന്നു. അപ്പം അതൊരിക്കലും നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് അവരൊരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഉണ്ടാവും ഇങ്ങനത്തെ പല എക്സാമ്പിൾസ്. അതായത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്തിട്ട് നമ്മളെ കുറിച്ചിട്ട് വന്നിട്ട് കുറ്റം പറയുമ്പോൾ ആ കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ കുറ്റം പറയാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ക്ലോസ് ഫ്രണ്ട്സിന്റെ സ്പേസിൽ വന്നിട്ട് അവർക്ക് കുറ്റം പറയാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ല. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾക്ക് കുറ്റം പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഫ്രണ്ട്സിന് ഉണ്ടാക്കുമ്പോൾ നോക്കി കണ്ടിട്ട് ഉണ്ടാക്കുക. ഞാനീ പറഞ്ഞതേ ലൈഫ് എക്സ്പീരിയൻസിന്റെ ബേസിൽ തന്നെയാ.